Hi friends, Assalamu alaikum. Welcome to Shaz Media. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ആവോലി കറിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 2 തക്കാളി, 4 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, മീഡിയം സൈസ് സവാള, 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളിയാണ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ 1/4 പാല്, കട്ടിയുള്ള പാലാണ്, അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കറികൾ വെക്കാൻ നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ ഇടുക. അടച്ച് മൂടി വെക്കാം. ഇനി അതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്, നന്നായി വേവണമെന്നില്ല. ഇനി അതിലേക്ക് തേങ്ങ എടുത്ത് മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കത്. ഇനി 2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കറിയുടെ. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തേങ്ങ ഒക്കെ നമ്മൾ അരക്കുന്ന ജാറില്ലേ അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അത് ഞാൻ എടുക്കുന്നത് തേങ്ങയുടെ 2/2 പാലാണ്. 2/2 പാൽ എടുത്തിട്ടാണ് അരക്കുന്നത്. നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുത്തു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇപ്പം വറ്റി വരുമ്പോൾ നമ്മുടെ കൈമക്കൊക്കെ പൊട്ടിത്തെറിക്കും, അത് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക്, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ്. ഇനി അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മീനിൻ്റെ തലഭാഗം എടുത്തിട്ടുണ്ട്, അത് ഇഷ്ടമുള്ളവരെടുത്താൽ മതി. അത് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മീനുമ്മ തട്ടാതെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് വെന്ത് പൊടിഞ്ഞു പോണ മീനാണ്. ഇത് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. അത് ഗരം മസാലയാണ്, അത് ഓപ്ഷനിലാണ്. ആവശ്യമുള്ളവർ, ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ, സ്മെല്ല് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ആകുമ്പോൾ ഗരം മസാല ആഡ് ചെയ്യുന്നതാണ് നല്ലത്. തേങ്ങാപ്പാൽ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കറി അധികം ലൂസാവാതെ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കണം എന്നില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്കൊരു 3 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. പാകമായി വരുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് ഇപ്പം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5-10 മിനിറ്റ് നന്നായി അടച്ച് വെച്ച് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.